എല്ലാവർക്കും സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് FF ആണ്. FFൽ ക്ലാഷ് സ്ക്വാഡാണ്. നമ്മൾ ഓൾറെഡി ഒരു ഗെയിമിൽ കയറി. ഇടയ്ക്ക് വെച്ച് റെക്കോർഡിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയൊരു പാളിച്ച പറ്റി, അതുകൊണ്ടാണ് അത് റെക്കോർഡായില്ല. അത് ചെറിയ ഇഷ്യൂ ആയിരുന്നു. അതുകഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തുടങ്ങി. ജസ്റ്റ് ഇതൊന്ന് തുടങ്ങിയിട്ട് മാച്ച്. ഇതിലത്ര പ്രോ ഒന്നുമില്ല, അത്രയും രൂപയല്ല, സെമി പ്രോ ടൈപ്പ്. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ഫയർ കളിക്കുന്ന മച്ചന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പബ്ജി കളിക്കാന്നുണ്ടെങ്കിൽ പബ്ജി ആയാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഇതൊന്നും കമൻറ്റ് ചെയ്യുക. മീൻസ് പബ്ജി ആണോ ഫ്രീ ഫയർ ആണെന്ന്. നമ്മളെന്നെ ജയിച്ചിട്ടുണ്ട്. കയറണം 2 കില്ലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് AK-47 എടുക്കാം. അപ്പം ഞാൻ ലെവൽ ഇതിൽ 34 ആയാലും ഞാൻ എൻ്റെ ലെവലിനനുസരിച്ച് കളിക്കുന്നുണ്ട്. തീരെ പുറകിലൊന്നുമല്ല. വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ വീഡിയോസിൽ കളിക്കുമ്പോൾ, വീഡിയോ എടുത്ത് കളിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഇച്ചിരി കൂടി ഇതായിരിക്കും, മീൻസ് സ്ലോ ആയിരിക്കും. പക്ഷെ വീഡിയോ അല്ലാതെ കളിക്കുമ്പോൾ, വീഡിയോ എന്നല്ല നോർമലായിട്ട് ഞാൻ ഒന്നും എടുക്കാതെ കളിക്കുമ്പോൾ പ്രോ ആയിരിക്കും. അപ്പോൾ ഇതാപ്പുറത്ത് ആളുണ്ട്. ഞാൻ നോക്കി ഇവിടെ നിന്ന് ആൾ വരാൻ പോകും. അവൻ തട്ടിപ്പൊത്തി. ഇനി നമുക്ക് സൈഡിൽ നിന്ന് അടിയാണ്. എൻ്റെ പൊന്നേ, അതും പോയി. ഇനി നമുക്ക് 1 കില്ലും കൂടി ചെയ്താൽ നമ്മൾ MVP ആവും. ഡാമേജ് കൊടുക്കാനൊക്കെ കൂടുതലുണ്ട്, പക്ഷെ ഡെത്ത് ആണ് സീൻ. പിന്നെ നമ്മുടെ വയനാട് ഇപ്പോൾ മണ്ണിടിച്ചിലല്ല, നമ്മുടെ എന്താ പറയുക, വയനാട് ഇപ്പോൾ ഫുള്ള് അതിൻ്റെ പേര് ഉരുൾപൊട്ടലിൽ പെട്ട് കിടക്കാണ്. അപ്പോൾ വയനാട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നിങ്ങളൊരു ട്രെയിനിൻ്റെ ഹോൺ കേട്ടിട്ടുണ്ടാവും. അത് ചെറുതായിട്ടല്ല, ഒരു വലിയ ട്രാക്ക് മുന്നേ കൂടി പോകുന്നുണ്ട്, അതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് UMP ആട്ട് കൊടുക്കണേ. നമ്മൾ സംസാരിക്കാതെ കളിക്കാം. നമുക്ക് എന്താ വെച്ചിട്ടാണ് കോൺസെൻട്രേഷൻ കിട്ടും. അപ്പുറത്തൊരുത്തനുണ്ട്. ഇപ്പം അങ്ങോട്ട് ഇറങ്ങണം നല്ലതല്ല. എനിക്കും അവിടെ കാണാനും പറ്റുന്നില്ല മുമ്പ് സ്ക്രീനിൽ. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഉറപ്പായിട്ടും. പിന്നെ വേറൊന്നുമില്ല, നമ്മുടെ ചാനലിൽ ഇനിയും കുറേ അടിപൊളി വീഡിയോസ് വരും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ നമുക്ക് 1 പോയിൻ്റ് അല്ല 2 പോയിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഗോർസ എടുക്കാം. നമ്മൾ ഗ്രോസ എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പബ്ജി ആണോ നിങ്ങൾക്കിഷ്ടം? പബ്ജി മീൻസ് BGMI ആണോ നിങ്ങൾക്കിഷ്ടം, അതോ ഫ്രീ ഫയർ ആണോ എന്ന് കമൻറ്റ് ചെയ്യുക.
BGMI PUBG എന്നോട് വിളിച്ചു. എന്തായാലും ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അത് കമൻറ്റ് ചെയ്യുക. PUBG ആണോ? ഓക്കേ, ഇതാണ് ഗെയിമിൻ്റെ പ്രശ്നം. ചിലവന്മാരെ എന്തോ എൻ്റെ മൈക്കിന് എന്താ പറ്റിയത്? നിങ്ങൾക്കും കേൾക്കാൻ അങ്ങനെ തന്നെയാണോ? എനിക്ക് എൻ്റെ ഹെഡ്സെറ്റിൽ എന്തോ പറ്റിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇതാണ് ഓറിയോൻ്റെ ഒന്നാമത്തൊരു ഓറിയോൻ്റെ ഒന്നാമത്തൊരു ഇത്. തൊട്ട് മേലുള്ള ആട്ടമാണ്. തൊട്ട് മേളിലാണ് ഞാൻ മാത്രം. മിസ് ഒരാളെ കൂടി തട്ടിയാൽ മതിയായിരുന്നു. അവനെ കൂടി തട്ടിയാൽ ഞാൻ ചോദിച്ചേനെ. കുഴപ്പമില്ല, സീനില്ല. നമുക്ക് UMP തന്നെ എടുക്കാം. റെയിൻ ഷൂട്ടിൽ AK-47 ആട്ടോ നല്ലത്, സ്നൈപ്പർ അല്ലാതെ. പിന്നെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് എങ്ങനെ ഫ്രീ ഫയർ ഡയമണ്ട് എടുക്കാമെന്ന് അറിയാൻ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല ആപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഒറ്റ കാശ് എടുക്കാതെ ഫ്രീ ഫയർ ഡയമണ്ട് കിട്ടുമോ എന്ന് നോക്കാനായിട്ടാണ്. ഡയമണ്ട് ഇല്ല ആയാലും വെറുതെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ പിന്നെ വാങ്ങാമല്ലോ. ഓക്കെ, അവിടെ ഒരുത്തൻ നോക്കായിട്ടുണ്ട്. നമ്മുടെ ടീമിലാണ്. അവിടെ റിവൈവ് ചെയ്യാനുണ്ട്, അതൊന്നും സീനില്ല. നമ്മൾ അടുത്ത കളി മുതൽ ഇങ്ങനെയൊന്നും അല്ല. പിന്നെ നിങ്ങൾക്ക് ഓറിയോൻ്റെ സ്കിന്ന് ആണോ ഇഷ്ടം? എടാ ഞാൻ കൊല്ലണവരെ കാരണം വന്ന് പുറകിൽ നിന്ന് വന്ന് കൊല്ലണം. രൂപമാണ് എൻ്റെ പൊന്നെ. ഇപ്പം ഞാൻ അവൻ്റെ പൊന്നെ സത്യം പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കൊല്ലിട്ട് ലാസ്റ്റ് ഒരു HP ഇച്ചിരി HP മാത്രം ബാക്കി വയ്ക്കുമ്പോൾ മാറ്റാൻ വന്ന് കൊല്ലും, എന്നിട്ട് നിങ്ങളുടെ കില്ല് പോകും. അങ്ങനെയല്ല ആർക്കെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പറയാട്ടോ. ഏതാ കോർസ? അപ്പത്തും കോർസ തന്നെ. ഓക്കെ, ഈ പൊട്ടന്മാർ കാണിക്കുന്ന ഒരു പൊട്ടപ്പണിയുണ്ട്. ചെറുതായിട്ടൊരു സീൻ പറ്റിയ പൊടിക്കലേ. അയ്യോ, താഴെ ഓക്കെ. ആരൊക്കെ ഷോട്ട്ഗൺ വെച്ച് ആരെയൊക്കെ കൊല്ലുന്നുണ്ട്. നമ്മൾ ജയിച്ചിട്ടുണ്ട് ഈ കളി. ഒരു കളി കൂടി നമുക്ക് കളിക്കാം. എന്നാൽ ലാസ്റ്റ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതാട്ടോ, പക്ഷെ അത് ഇടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. നല്ല സ്പേസ് എടുക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് നമ്മൾ അത് പതുക്കെ എങ്ങനെയെങ്കിലൊക്കെ എടുക്കണം.
എങ്ങനെയാണെന്ന് നോക്കുകയാണ്. ഇപ്പോൾ നല്ല സ്പേസ് എന്ന് വെച്ചാൽ നല്ല സ്പേസ് എടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം. ഇതിൽ വന്നിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. എൻ്റെ അടുത്ത് ആകെ ഒരു ലാപ്ടോപ്പ് ഉള്ളൂ, അതിലൊന്നുമില്ല. ഞാൻ അതിലൊന്നുമല്ല എഡിറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം ഞാൻ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ, ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയ ഗെയിമിങ് ലാപ്ടോപ്പും കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ഒരു ലാപ്ടോപ്പാണ് ഇതിലൂടെ. അപ്പോൾ അതിലത്ര എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് നല്ല ഇതൊക്കെ എടുക്കും. 246 സംതിങ് GB ഉണ്ട് അതിന്. ഇവിടെ പരിപ്പോട വാങ്ങാൻ ഇവിടെ അടുത്തും വന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാനിപ്പോൾ പോയി നമുക്ക് താഴെ ഇറങ്ങാം, അതാണ് നല്ലത്. അവൻ പരിപ്പോട വാങ്ങാൻ എൻ്റെ അടുത്ത് പോയിട്ട് പൊറോട്ട കൊടുക്കാൻ നിൽക്കണ്ട. അവൻ്റെ കയ്യിൽ മറ്റേ സ്നൈപ്പറുണ്ടല്ലോ റേഞ്ച്. ഇപ്പം ശരിയാക്കി തരാം. ഒച്ചൂ പോയി ഡോറിൽ ജസ്റ്റ് ആ ഡോറിൽ ഞാനിതാ നിന്നുകൊണ്ട് ഭാഗ്യം. ഇവിടെ നമുക്ക് ചാടി ഹീറോയിസം കാണിച്ചിട്ട് എൻ്റെ പൊന്നേ, ഒരുത്തനെ ഹെഡിട്ട് മറ്റവന്മാർ 3 അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശശിയില്ല. ഡെസേർട്ടികൾ എടുത്താൽ സ്ലോ ഷൂട്ടിങ് ആണെങ്കിലും ഡാമേജ് കൂടുതലാണ്. പക്ഷെ ഞാൻ എടുക്കാൻ പോകുന്നത് ഡെസേർട്ടികളല്ല, ബോൺഫയർ. പിന്നെ നമ്മൾ പുതിയൊരു ഇതുണ്ടാക്കേണ്ട, പുതിയ ക്രാഫ്റ്റ്മാൻ 4 എന്ന് പറഞ്ഞിട്ടൊരു മൊബൈലിൽ മൈൻക്രാഫ്റ്റ് കൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമുണ്ട്, ക്രാഫ്റ്റ്മാൻ 5. സോറി, ലിനക്സ് അഡാ. ഇത് മറ്റേ കളിയിലുള്ള ഹെഡ്സെറ്റ് എടുത്ത് എറിയാൻ തോന്നുന്നു. പക്ഷെ ആകെയുള്ള 2 എണ്ണത്തിൽ ഒന്നായത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മച്ചന്മാർക്കും താങ്ക് യു. എന്നങ്ങനെ നമുക്ക് ഇവിടെ തന്നെ പതുക്കെ 100 ആക്കണം, പതുക്കെ 200 ആക്കണം. അങ്ങനെ പതുക്കെ ഞാൻ ബാക്കി പറയാനുള്ള നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല കൂടുതൽ. അങ്ങനെയാണ് ഞാൻ ഇതൊരു ശോഭന ഒരിക്കലേ തോന്നും. അല്ല, 2ാമത്തെ റൗണ്ടിൽ ഞാൻ ഒരുത്തിനെ കൊണ്ടില്ലേ. ഫ്രീ ഫയറിനെ വിശ്വസിക്കാൻ പറ്റൂല കേട്ടാ. എന്തിനാട്ടെ. നമ്മൾ ലാസ്റ്റ് ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു, അതിന് പക്കാ സപ്പോർട്ട് ചോദിച്ചാൽ 250 വ്യൂസാണ് നിങ്ങൾ വന്നത്. അതിന് വളരെ വളരെ നന്ദി. അതിൽ നിന്നാണ് എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സും കിട്ടിയത്. അത് അയ്യോ, ഇത് എനിമിയായിരുന്നു. അയ്യോ, എനിമിയായിരുന്നു. ഹെൽപ്പ്. അങ്ങനെ ഇങ്ങോട്ടാ തോന്നുന്നു. എടാ കൊല്ലട പൊട്ട, मार भाई ഞാൻ നോക്ക് ഡൗൺ कर रहा है भाई, मारो उसे. ഇവന്മാർക്കൊക്കെ ഹിന്ദി പറഞ്ഞിട്ട് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദി പറയണത്. മിക്കവന്മാരും ഹിന്ദിക്കാരായിരിക്കും, അതുകൊണ്ടാണ്. അറിയായിരുന്നു മറ്റവനായിരുന്നു. 3ാമവൻ എങ്ങോട്ട് പോയേക്കാനായിരുന്നടാ.
അവൻ കൊന്നായിരുന്നെങ്കിൽ ഇപ്പം മുക്കാൽ ഭാഗം ഇതും ആയേനെ. UMP ആണോ ഇതാണോ? UMP എടുക്കാം. വേണ്ട, UMP റെയിൻ ഷൂട്ടിങ്ങിന് നല്ലതല്ല, കൊടുത്തെടുക്കാം. പിന്നെ നമ്മൾ ലാപ്ടോപ്പിൽ കളിക്കാൻ പോണ ഏറിയ 2 ഗെയിമാണ്. നിങ്ങൾ സാധാ ലാപ്ടോപ്പിൽ ഗെയിമിംഗ് അല്ലാത്ത സാധാ ലാപ്ടോപ്പിൽ കിട്ടണ ഞാൻ കളിച്ച് കാണണമെന്നുള്ള ഗെയിംസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് സാധാ ലാപ്ടോപ്പിൽ പൈസ കൊടുക്കാതെ വേണം. പൈസ കൊടുത്തിട്ടുള്ള കളി നോ. ഇത്തനെ നമ്മൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, അതെവിടെ നിന്നാണ്? കിട്ടി കിട്ടി കിട്ടി. Let's go. എടാ റിവൈവ് ചെയ്യണം. ലെറ്റ്സ് ഗോ. ഒരുത്തനെ കൊന്നു. അവനിപ്പോൾ കൊല്ലണ്ട, അത് ഹെൽത്ത് ഇടാം. ഭാഗ്യം എനിക്കൊന്നും പറ്റില്ല. എളുപ്പമായിട്ട് തട്ടാനുള്ള ആളായിരുന്നു. പക്ഷേ സീനില്ല. നമുക്ക് ഗോർസ ശരണം. ഗോർസ. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഫ്രീ ഫയറിൽ മൺടാപ്പിൽ ബെസ്റ്റ് ആണെങ്കിൽ പുള്ളിക്കാരുടെ കമൻ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. മീൻസ് പുള്ളിക്കാരുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാം. അവിടെ നിന്ന് ഷൂട്ട് തന്നെയുണ്ട്. ഇത് ഇവിടുന്നടാ ഇവന്മാരിത്. ഇടയ്ക്ക് നിങ്ങൾക്ക് വോയിസിലല്ല ആ ഗോർസയുടെ വോയിസ് അല്ല എനിക്ക് വന്നെ. ഹെഡ്സെറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. വയർ കേബിൾ ഒന്നാമത്തെ കംപ്ലൈൻ്റ് ആണ് ഹെഡ്സെറ്റ് വരെ. അതുകൊണ്ടായിരിക്കും. പിന്നെ ഒന്നുകൂടി കളിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ടാബിലാണ് FF കളിക്കണത്. അപ്പോൾ ഒരിത് പൗഡർ ഇട്ട് കളിച്ചാൽ മതി. സെറ്റായിരിക്കും. സെറ്റെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പം ഞാൻ പൗഡർ ഇടാത്തതുകൊണ്ടാണ്. പൗഡർ ഇട്ട് കളിച്ചാൽ മോനെ സീനായിരിക്കും. അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. സ്മൂത്തായിട്ട് കളിക്കാം. നമ്മളപ്പോൾ സക്സസ്ഫുൾ തോറ്റിട്ടുണ്ട്. ഒരു ഗെയിം കൂടി കളിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം കൂടി കളിക്കാം. അത് വേഗം തീർക്കണം. ഇച്ചിരി പണിയുണ്ട് ഇത് കഴിഞ്ഞ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീഡിയോസ് ഇടാറുള്ളൂ എന്ന് പറയാം. ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടാബിലാണ് എടുക്കുന്നത്. ടാബിൽ നിന്ന് അത് ഞാൻ എൻ്റെ ഫോണിലോട്ട് വയ്ക്കണം. ഫോണിൽ നിന്ന് അത് എഡിറ്റ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ അത് ലോഡ് ചെയ്തിട്ട് എന്നിട്ട് ചെയ്ത് മൂട്ടിക്കൊടുക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി സ്പേസ് എനിക്ക് ആ വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കളയാം. ഏത് വീഡിയോ ഞാൻ അങ്ങനെ ചെറിയ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെൻ ഡ്രൈവിൽ മാറ്റുമോ അല്ലെങ്കിൽ വെറുതെ ഡിലീറ്റ്. ഇവൻ ചത്താൽ മതിയിരുന്നു. ചാവണം മറ്റവൻ ചാവണം അല്ലെങ്കിൽ ഇവൻ ചാവണം. രണ്ടുപേരും ചാവണം. മറ്റൊരുത്തന്നെ ഹെഡ്ഷോട്ട് ഇട്ടായിരുന്നു. അവൻ ചത്തോന്ന് പറഞ്ഞൂടാ. ഇപ്പോൾ ഒരുത്തൻ നോക്കായി കിടപ്പുണ്ട്. റിവൈവ്. ലെറ്റ്സ് ഗോ. ഹെഡ്ഷോട്ട് അടിച്ച് ചത്ത്. രണ്ടാമതൊന്നും
വയനാട് നേരത്തെ പറഞ്ഞത് എല്ലാവരും പറ്റുന്നവർ ഡൊണേറ്റ് ചെയ്യാം കേട്ടോ വയനാടിന് വേണ്ടി. അത് തോക്കുമെന്ന് എനിക്കറിയായിരുന്നു. ആർമർ ചേഞ്ച് ആയിട്ടോ, അതാണ്. നേരത്തെ അവന്മാർക്ക് കിട്ടിയ വേറെ ആർമറിയായിരുന്നു, നമുക്ക് കിട്ടിയ വേറെ ആർമറിയായിരുന്നു. ഹെൽമെറ്റ് ഇത്ര നേരം ന്യൂസ് കണ്ടപ്പോൾ 5 ജില്ലയൊക്കെ ആയിരുന്നു മതി. 6 ഇപ്പം അപ്പൂപ്പൻ പറഞ്ഞായിരുന്നു. ഏതാന്ന് പോയി നോക്കണം വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ. എറണാകുളമാണ്. അല്ല സോറി, വേണ്ട, കൊല്ലം വേണ്ട, എറണാകുളം എൻ്റെ ഫ്രണ്ടില്ല. കൊല്ലം വേണ്ടാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നാളെ പോകാമല്ലോ, നാളെ സ്കൂളിൽ പോകാമല്ലോ. കൊല്ലമാണോ കാസർഗോഡാണോ ഏതോ ആണ്, ഞാൻ നോക്കിയിട്ടില്ല. കൊല്ലമാവണ്ട, നാളെ അവർക്ക് സ്കൂളിൽ പോകാമല്ലോ. ഇത്തിരി ദിവസമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എറണാകുളം എൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ. അവൻ എന്താ നമ്മളെ എൻ്റെ സ്കൂളിൽ പഠിച്ചായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ എറണാകുളത്തെ ഷിഫ്റ്റായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായി. അവന് സ്കൂളിൽ പോകാതിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ലൈവ് സ്ട്രീം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ, പക്ഷെ അത്ര ഇതൊന്നും ഇല്ലല്ലോ നമുക്ക്. സബ്ബും മാത്രമല്ല, ടാബിൽ ലൈവ് ചെയ്താൽ ലൈവിലിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സീനും ഇങ്ങനെ ടാബിൽ ലൈവ് ചെയ്യാൻ അതിൻ്റെ ഇച്ചിരി സെറ്റപ്പ് ചെയ്യാനുണ്ട്. അവൻ പോയിട്ടുണ്ട്. ആട് ജയിച്ചിട്ടുണ്ട് ഈ കളി. 4 കില്ല് തന്നെ. ഓക്കെ, ലെറ്റ്സ് ഗോ. സോറി എടുത്തൊക്കെ ആവശ്യമില്ല. കരയിലേടിൻ്റെ ആവശ്യം വലിയ രീതിക്കുണ്ട്. ഞാൻ എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. ഈ മാപ്പിൽ വേറൊരു പിരമിഡ് ടൈപ്പ് ഒരു മാപ്പുണ്ട്, അതിലും ഗ്രനേഡിൻ്റെ നല്ലതാണ് ഗ്രനേഡ് വെക്കണത്. നമുക്കൊരു കിങ് ഫിഷറും കിട്ടിയിട്ടുണ്ട്. അവിടെ ചിലവന്മാർ എന്തെന്ന് അറിയോ, ഈ ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ അവന്മാരുടെ കയ്യിലുള്ള ഗണ്ണിന് എയിമോ ഇല്ലയെന്ന് വെച്ചാൽ അവർ ഡ്രോപ്പ് ചെയ്യും. പക്ഷെ അവന്മാർക്ക് അറിഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എയിമോ ലോഡാവുന്നു. തട്ടിപ്പോയി അണ്ണം പോയിട്ടുണ്ട്. ഇതെന്താ സ്കില്ലെന്നൊക്കെ പറഞ്ഞ മറ്റേ അവന്മാരുടെ ഇത് കാണാൻ പറ്റും. 24 ഞാൻ ലാസ്റ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോ 1 മണിക്കൂറിലായിരുന്നു. അപ്പോൾ അത് ഇടണം, പക്ഷെ അത് അത്രയായിട്ട് നേരം എന്നൊക്കെ കാണും ആരെങ്കിലും. ഇത്ര ചെറിയൊരു ചാനലായതുകൊണ്ട് ഇപ്പം ഇച്ചിരി ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയ സീനൊന്നുമില്ല, നമുക്കിടാം. അതല്ല, ഇപ്പം ഈ ചെറിയ ചാനലായതുകൊണ്ട് അത്ര നേരം ആരെങ്കിലും ഇത് കാണും. നമ്മളതിൽ ഇട്ടേക്കണത് ഏത് ഗെയിമിൻ്റെ ആണെന്ന് നമ്മൾ പറയാൻ സർപ്രൈസാണ്. ഇപ്പം ഇത് റെക്കോർഡ് ചെയ്യാനുള്ള മെയിൻ കാരണമാണ് അത്. മറ്റേത് ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല.
വിത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ചെയ്തിട്ട്. നമുക്കൊരു ഒറ്റ പോയിന്റ് കൂടി കിട്ടിയാൽ മതി, നമ്മൾ ജയിച്ചു. ഇപ്പോൾ 8 കിലോ ചെയ്തിട്ടാണ് ഇപ്പോൾ. ഞാനിപ്പോൾ പ്രത്യേകിച്ച് വേറെ അങ്ങനെ അത്യാവശ്യമുള്ള സാധനമൊന്നുമില്ല. ചെറുതായിട്ട് ചുമയായിരുന്നു, ഇപ്പോഴും മാറിയിട്ടില്ല. ആ വീഡിയോ എടുക്കുമ്പോഴും മാറിയിട്ടില്ല. ആ വീഡിയോ എടുക്കണ ഒരു സമയത്താണ് വന്നത് മെയിനായിട്ട്. ഇച്ചിരി എവിടെ മറ്റേ ഇവിടെ കണ്ട കാണിച്ചേ. ഇത് എന്തിനാ ഇത്? കോമ്പസാ ഇങ്ങോട്ടും അങ്ങോട്ടും ഓടിക്കളിക്കാനായിട്ട്. എവിടെ ആള്? തൊട്ടിപ്പുറത്താണ് അവൻ. എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിലാണ്. കണ്ട് വാടാ നീ മോനെ. ലെറ്റ്സ് ഗോ. നമ്മൾ ജയിച്ചിരിക്കണം. 9 കിലോ ഉണ്ട്. നമ്മൾ MVP ആയിരിക്കണം ഗൈസ്. ലെറ്റ്സ് ഗോ. പരിപാടിയുണ്ട്. അയ്യോ, അത്യാവശ്യ കേസാണ്. അതാണ് സീൻ. നമ്മളിപ്പോൾ MVP ആയിട്ടുണ്ട്. സോറി ബ്രോ ഹസാർഡ്. ഈ വീഡിയോ കാണാനുണ്ടെങ്കിൽ സോറി, എനിക്ക് പറ്റൂല. ടീം ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. അതുവരെ ബൈ. പിന്നെ വയനാട് ശരിയാവട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നു. സോ ബൈ ഫ്രോം SK Production.